celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഫൊക്കാന എന്ന മഹത്തായ സംഘടനയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അനുഭവജ്ഞാനം, സംഘടനയെ നയിക്കാനുള്ള നേതൃത്വ പാഠവും, ഏൽപ്പിച്ച സ്ഥാനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റുന്നതിലുള്ള അർപ്പണബോധം എന്നിവ കൈമുതലാക്കിക്കൊണ്ട് ഫൊക്കാനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്രീ സജിമോൻ ആന്റണി താൻ നയിക്കുന്ന ഡ്രീം ടീം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. സജിമോൻ ആന്റണിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. എന്തുകൊണ്ട് സജിമോൻ ആന്റണി ഫൊക്കാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു? നോർത്ത് അമേരിക്കൻ മലയാളികളുടെ ക്ഷേമത്തിനായി പലതും ചെയ്യാനുണ്ടെന്നും അത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ ഫൊക്കാനയിൽ ചെയ്തിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച വേണമെന്നുള്ള ആഗ്രഹത്താലും ആവശ്യത്താലും സഹപ്രവർത്തകരുടെ നിരന്തരമായ അഭ്യർത്ഥനയും മാനിച്ചാണ് വളരെ നേരത്തെ തന്നെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഫൊക്കാനയുടെ ശൈലി തന്നെ മാറ്റുകയും സംഘടനയെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഘടന ആക്കുവാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള പദ്ധതികളുമായാണ് ഞാൻ മത്സര രംഗത്തേക്ക് വരുന്നത്. സംഘടനയെ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ സംഘടനയുടെ തലപ്പത്ത് വന്നെങ്കിൽ മാത്രമേ നല്ല ഒരു സംഘടനാ പ്രവർത്തനം നടക്കൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഫൊക്കാനയുടെ ഉന്നമനത്തിന് വേണ്ടി താങ്കൾക്ക് ഇതുവരെ എന്തു ചെയ്യുവാൻ കഴിഞ്ഞു? 2008 ശേഷം സമാന്തരമായ ഒരു സംഘടന ഉടലെടുത്തപ്പോൾ ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് ഒരു സത്യമാണ്. ഫൊക്കാനയുടെ പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ കുറച്ച് സമയം വേണ്ടി വന്നു. 2020 ഫ്ലോറിഡയിൽ നിന്നുള്ള ശ്രീ ജോർജി വർഗീസ് പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയായും ചുമതലയേറ്റപ്പോൾ 30ഓളം മാത്രം അംഗസംഘടനകളുണ്ടായിരുന്ന ഫൊക്കാനയെ 70-ലധികം അംഗസംഘടനകളുള്ള ഒരു വലിയ പ്രസ്ഥാനമാക്കി ഉയർത്തി പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിഞ്ഞു. കടലാസ് സംഘടനകളെ അകറ്റി നിർത്തി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ മാത്രം ഉൾപ്പെടുത്തി ഇത്രയധികം മെമ്പർഷിപ്പ് കൂട്ടുവാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നിരവധി പദ്ധതികളാണ് ഈ സമയങ്ങളിൽ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയത്. അതിൽ പ്രധാനപ്പെട്ടത് കോവിഡ് ടാസ്ക് ഫോഴ്സ്, ഫൊക്കാന ഹെൽത്ത് കാർഡ് പദ്ധതി, 50 തോട്ടം തൊഴിലാളികൾക്ക് ഭവനം നിർമ്മിച്ചു നൽകിയ ഭവന പദ്ധതി, പ്രസിഡൻഷ്യൽ വോളണ്ടിയർ സർവീസസ് അവാർഡ് സർട്ടിഫയിങ്, TSA സർട്ടിഫിക്കേഷൻ തുടങ്ങിയവ ചിലത് മാത്രമാണ്. നല്ല ഒരു പ്രവർത്തനം ഈ സമയത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഇനിയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ടീം പ്രവർത്തനത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. അതിനുള്ള ആഗ്രഹവുമുണ്ട്. എന്തുകൊണ്ട് ഡ്രീം ടീം എന്ന ബാനറിൽ ഒരു പാനൽ രൂപീകരിച്ച് മത്സര രംഗത്തേക്ക് പ്രവേശിച്ചു? ഞാൻ പറഞ്ഞല്ലോ, ടീം പ്രവർത്തനത്തെപ്പറ്റി എല്ലാ തീരുമാനങ്ങളും പ്രസിഡന്റിൽ അധിഷ്ഠിതമായിരിക്കണമെന്നൊന്നുമുള്ള കാഴ്ചപ്പാടല്ല എനിക്കുള്ളത്. ഇലക്ഷന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു ടീം ഇലക്ഷന് ശേഷം തീർത്തും നിർജീവമായി പോകുന്നത് കാണാം. കമ്മിറ്റി മെമ്പേഴ്സ് പലപ്പോഴും നോക്കുകുത്തികൾ മാത്രമായി ഒതുക്കപ്പെടുന്നു. തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം ഏതാനും വ്യക്തികളിൽ മാത്രമായി ഒതുങ്ങുന്നത് കാണാം. എന്നാൽ 1-2 ആളുകളെ മാത്രം മുൻനിർത്തിയല്ല ഞങ്ങളുടെ പ്രചരണവും പ്രവൃത്തിയും. ഡ്രീം ടീമിലെ ഓരോ സ്ഥാനാർത്ഥിയെയും എടുത്തു നോക്കിയാൽ ഫൊക്കാനയിൽ പ്രവർത്തിച്ച പരിചയവും അവർ സമൂഹത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളും എന്തൊക്കെയാണെന്ന് ആർക്കും ബോധ്യമാകും. മെഡിക്കൽ പ്രൊഫഷണൽസ്, IT വിദഗ്ധർ, മാധ്യമപ്രവർത്തകർ, സാമുദായിക സാംസ്കാരിക നായകർ, സാഹിത്യകാരന്മാർ, അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തികൾ ഈ ടീമിലുണ്ട്. അവരുടെ പ്രവർത്തന പരിചയം ഉപയോഗപ്പെടുത്തി ഫൊക്കാനയ്ക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രൊഫഷണൽ പ്രതിച്ഛായ നൽകും. പ്രവർത്തനം അംഗസംഘടനകളിലൂടെ മലയാളികളിലേക്ക് വ്യാപിപ്പിക്കും. ഇപ്പോൾ ഗ്രൂപ്പുകളില്ല എന്നുള്ള പ്രസ്താവനകൾ കണ്ടു.
എങ്കിലും ചില കോണുകളിൽ നിന്നും അപസ്വരങ്ങൾ ഉയരുന്നുണ്ട്. കോടതിയിൽ ഉണ്ടായിരുന്ന കേസുകളെല്ലാം തീർപ്പായോ? അന്നും ഇന്നും എന്നും ഫൊക്കാന എന്ന പേരിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ സംഘടനയ്ക്കെതിരെ കേസുകൾ നടത്തുകയും വിഘടിത പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ചിലർക്ക് ഒരു ഹരമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കോണുകളിൽ നിന്നും തികച്ചും ന്യായമല്ലാത്ത കാര്യങ്ങൾക്കാണ് ചിലർ കോടതിയെ സമീപിക്കുന്നത്. ഇതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സംഘടനയേക്കാൾ ഉപരി ഇതിൽ പ്രതി ചേർക്കപ്പെടുന്ന ഭാരവാഹികളുടെ വ്യക്തിജീവിതത്തെയാണ് ബാധിക്കുന്നത്. പിന്നീട് സമവായത്തിലൂടെ കേസുകൾ പിൻവലിക്കപ്പെട്ടാലും വ്യക്തികൾക്ക് എതിരെയുള്ള കോടതി പരാമർശങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഏത് പുതിയ ജോലിയിൽ പ്രവേശിക്കണമെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെങ്കിലും പ്രൊഫഷണൽ ലൈസൻസ് പുതുക്കണമെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് നിർബന്ധമാണല്ലോ. കോടതി വിധികൾ പലപ്പോഴും ഇത്തരം പരിശോധനയിൽ ഒരു നെഗറ്റീവ് ഫ്ലാഗായി കരുതപ്പെടും. ഫലത്തിൽ സമയനഷ്ടവും ധനനഷ്ടവും ആവശ്യമില്ലാത്ത മനക്ലേശവും ബാക്കി. നാം എല്ലാം സംഘടനയിൽ പ്രവർത്തിക്കുന്നത് സൗഹൃദം വളർത്താനും ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനുമാണ്, അല്ലാതെ ശത്രുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. വരും കാലങ്ങളിലെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന അപേക്ഷയുണ്ട്. അപസ്വരങ്ങൾ എല്ലാ കാലത്തും എല്ലാ പ്രസ്ഥാനങ്ങളിലും ഉണ്ടാകാറുണ്ട്. അവഗണിക്കത്തക്ക അപസ്വരങ്ങൾ മാത്രമേ ഫൊക്കാനയിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഫൊക്കാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ നാഷണൽ കൺവെൻഷൻ നടത്തുന്ന ഒരു പാരമ്പര്യമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സജിമോൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അടുത്ത കൺവെൻഷൻ ന്യൂജേഴ്സിയിലായിരിക്കുമോ? അങ്ങനെയൊന്നുമുള്ള നിർബന്ധമൊന്നുമില്ല. ഈ ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തെ എവിടെയുള്ളവരുമായും ഏത് സമയത്തും നമുക്ക് ബന്ധപ്പെടുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. പൊതുജനങ്ങൾക്ക് ന്യായമായ ചിലവിൽ എത്തിച്ചേരുവാനും ഒരുമിച്ച് കൂടുവാനും ഉല്ലസിക്കുവാനുമുള്ള ഒരു സ്ഥലം കമ്മിറ്റിയും മറ്റ് അംഗസംഘടനകളുമായി ആലോചിച്ച് ഒന്നിച്ചൊരു തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഇതുവരെ ഫൊക്കാന കൺവെൻഷൻ നടത്തിയിട്ടില്ലാത്ത ഒരു സ്റ്റേറ്റിലായിരിക്കാം. അതെല്ലാം പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ഒരു കൺവെൻഷൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആഘോഷത്തോടെ അവസാനിപ്പിക്കുന്ന ഒരു വേദിയായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ കൺവെൻഷൻ, ഫാമിലി ക്രൂസ്, ഇന്റർനാഷണൽ കൺവെൻഷൻ, റീജിയണൽ കൺവെൻഷനുകളെല്ലാം ഇതിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും. 3 സ്ഥാനാർത്ഥികളാണല്ലോ മത്സരരംഗത്ത് മാറ്റുരയ്ക്കുന്നത്. നിങ്ങളുടെ വിജയ സാധ്യതയെപ്പറ്റി എന്താണ് പ്രതീക്ഷ? വിജയത്തെപ്പറ്റി ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. മറ്റ് സ്ഥാനാർത്ഥികളെയും ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷേ ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റൂ. ഫൊക്കാന സെക്രട്ടറി, ട്രഷറർ തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അനുഭവജ്ഞാനം, സംഘടനയെ നേരായ ദിശയിൽ നയിക്കാനുള്ള നേതൃപാടവം, ഏൽപ്പിച്ച സ്ഥാനങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റിയ മുൻകാല തെളിവുകൾ തുടങ്ങിയ വ്യക്തമായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത്. അതുപോലെ പ്രവർത്തന മികവ് തെളിയിച്ചവരാണ് സെക്രട്ടറിയായി മത്സരിക്കുന്ന ശ്രീകുമാർ ഉണ്ണിത്താനും, ട്രഷററായി ചാക്കപ്പനും, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായി പ്രവീൺ തോമസ്, മറ്റ് എക്സിക്യൂട്ടീവ്സ്, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ. ഞങ്ങളുടെ ടീമിന്റെ മികവും പ്രവർത്തന പരിചയവും ഫൊക്കാനയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനവും കണക്കിലെടുക്കുമ്പോൾ 100% വിജയപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എല്ലാ സ്ഥാനത്തേക്കും സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു കംപ്ലീറ്റ് ടീമിനെയാണ് ഒരുക്കിയിരിക്കുന്നത്. കൺവെൻഷന് വരുന്ന ഡെലിഗേറ്റുകളോട് എന്താണ് പറയാനുള്ളത്? ഫൊക്കാനയുടെ പ്രവർത്തനം കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഓരോ ഫൊക്കാനക്കാരനും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഭാരവാഹികളാകണമെന്ന് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. ഇലക്ഷൻ വരുമ്പോൾ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകുവാനും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും ആർക്കാണ് കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. ഏറ്റവും നല്ല ടീമിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിങ്ങളോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ഫൊക്കാനയെ മുന്നോട്ട് നയിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഓരോ ഡെലിഗേറ്റ്സിന്റെയും പരിപൂർണ പിന്തുണയും നമ്മുടെ ഡ്രീം ടീമിന് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ ഉയരുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ലേഖകൻ, ഫൊക്കാനയുടെ ന്യൂയോർക്ക് റീജിയണൽ വൈസ് പ്രസിഡന്റ്, നാഷണൽ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.